بسم الله الرحمن الرحيم. ولو قاتلكم الذين كفروا لولوا الأدبار ثم لا يجدون وليا ولا نصيرا سنة الله التي قد خلت من قبل ولن تجد لسنة الله تبديلا وهو الذي كف أيديهم عنكم وأيديكم عنهم ببطن مكة من بعد أن أظفركم عليهم وكان الله بما تعملون بصيرا. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1795 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 48-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഫത്ഹിലെ 22 മുതൽ 24 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠനവിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولو قاتلكم الذين كفروا لولوا الأدبار ثم لا يجدون وليا ولا نصيرا سنة الله التي قد خلت من قبل ولن تجد لسنة الله تبديلا وهو الذي كف أيديهم عنكم وأيديكم عنهم ببطن مكة من بعد أن أظفركم عليهم وكان الله بما تعملون بصيرا. صدق الله العلي العظيم. سورة الفتح 22 മുതൽ 24 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ഹുദൈബിയ സന്ധിയും അതിന് തൊട്ടു മുമ്പുണ്ടായ ബൈഅത്ത് റിദ്വാനും ഒക്കെ പരാമർശിച്ചുകൊണ്ട് അള്ളാഹു അതിൽ പങ്കാളികളായ സത്യവിശ്വാസികൾ അവരുടെ കാര്യത്തിൽ വലിയ തൃപ്തി രേഖപ്പെടുത്തുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പഠന വിധേയമാക്കിയ ആയത്തുകളിലായിട്ട് ലഖദ് റളിയല്ലാഹു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഭാഗം തുടങ്ങുന്നത്. അള്ളാഹു തീർച്ചയായിട്ടും തൃപ്തിപ്പെട്ടവനായിരിക്കുന്നു. അനിൽ മുഅ്മിനീന ഇദ് യുബായിഊനക തഹ്ത അശ്ശജറ, വിശ്വാസികളിൽ അള്ളാഹു തൃപ്തനായിരിക്കുന്നു അവര് ആ വൃക്ഷത്തിന്റെ ചുവട്ടിൽ വെച്ച് താങ്കളോട് പ്രതിജ്ഞ ചെയ്ത ആ സന്ദർഭത്തിൽ അവരുടെ കാര്യത്തിൽ അള്ളാഹു പൂർണ്ണമായി തൃപ്തനായിരിക്കുന്നു എന്നാണ് ആ ഭാഗം വെളിപ്പെടുത്തുന്നത്. അപ്പോൾ വളരെ സങ്കീർണവും വെല്ലുവിളികൾ നിറഞ്ഞതുമായ ആ സാഹചര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഏത് ഭീഷണിയെയും നേരിടാൻ ഉറച്ചു നിൽക്കുക തന്നെ ചെയ്യും എന്നാണ് വിശ്വാസികൾ ആ സമയത്ത് അള്ളാഹുവിന്റെ പ്രവാചകനോട് പ്രതിജ്ഞ ചെയ്തത്. ഒരിക്കലും തന്നെ അവർ പിന്തിരിഞ്ഞോടുകയില്ല എന്ന വിധത്തിൽ ഈ ഒരു പ്രതിജ്ഞ നിശ്ചയദാർഢ്യത്തോടുകൂടി തന്റെ നിലപാടുകളുമായി മുന്നോട്ട് പോകാൻ അള്ളാഹുവിന്റെ പ്രവാചകന് വലിയ കരുത്ത് പകർന്നിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ്. ഈ ഒരു യാത്ര തന്നെ ഉംറ നിർവഹിക്കാൻ വേണ്ടിയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും 1400 അനുയായികളുടെയും ഈ യാത്ര തന്നെ അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം ഒരു സ്വപ്ന ദർശനത്തിലൂടെ അള്ളാഹു ആവശ്യപ്പെട്ടത് പ്രകാരം നിർവഹിക്കപ്പെട്ട യാത്രയാണ്. അതിന്റെ ലക്ഷ്യം ഉംറ ചെയ്യലാണ്. പക്ഷെ അള്ളാഹുവിന് ആ പദ്ധതിയിലൂടെ വലിയ പല ലക്ഷ്യങ്ങളും ഉണ്ടായിരുന്നു എന്ന കാര്യം
അള്ളാഹുവിടെ വ്യക്തമാക്കുകയാണ്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇന്ന് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിച്ച ആയത്തുകളിലായിട്ട് അള്ളാഹു വെളിപ്പെടുത്തുന്നുണ്ട്. ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അള്ളാഹുവിന്റെ ആസൂത്രണത്തിൽ ഉണ്ടായിരുന്ന നിങ്ങൾക്ക് അറിയാത്ത ചില സംഗതികൾ അത് ചൂണ്ടിക്കാണിക്കുകയാണ് ഈ തുടർന്നുള്ള ആയത്തുകളിലായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല. അഹ്സാബ് യുദ്ധത്തിനെ തുടർന്ന് സഖ്യകക്ഷികളെ വളരെ ഔട്ട്വിറ്റ് ചെയ്തുകൊണ്ട് പരാജയപ്പെടുത്തിയ ആ സംഭവം അരങ്ങേറിയതോടുകൂടി തന്നെ മക്കയിലെ ഖുറൈശികളും അവരെ പിന്തുണച്ചുകൊണ്ടിരുന്ന ഇതര ഗോത്രങ്ങളും വളരെ വലിയ വിധത്തില് വിറകൊള്ളിക്കപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയ സമയത്ത് അവരെ അങ്ങ് ചുരുട്ടിക്കൂട്ടി അവസാനിപ്പിക്കുക എന്നൊരു തീരുമാനം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതോ അല്ലെങ്കിൽ സത്യവിശ്വാസികളുടേതോ ഒന്നുമായിരുന്നില്ല. ആ തീരുമാനം അള്ളാഹുവിന്റെ ആസൂത്രണത്തിന്റെ ഭാഗമായി നടപ്പിലാക്കപ്പെടുന്ന ഒരു സംഗതിയാണ്. അതിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകുന്നതിന് അള്ളാഹു സാഹചര്യം ഒരുക്കുകയായിരുന്നു. അങ്ങനെ ഒരു സ്വപ്ന ദർശനത്തിലൂടെ ഉംറക്ക് പോകാൻ അവര് അനുകൂലമായ സാഹചര്യമാണ് എന്ന് മനസ്സിലാക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഉംറ നിർവഹിക്കാനുള്ള ഒരു താല്പര്യത്തില് അവരതിനു വേണ്ടി ഉദ്ദേശിച്ച് പോകാൻ ആഗ്രഹിച്ചതുമായിരുന്നില്ല. അള്ളാഹു സ്വപ്ന ദർശനത്തിലൂടെ അങ്ങനെ ഒരു നിർദ്ദേശം നൽകിയത് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നടപ്പിലാക്കാൻ തുനിഞ്ഞിറങ്ങുകയും അദ്ദേഹത്തോടൊപ്പം 1400 ആളുകള് അനുയായികള് പുറപ്പെടാൻ സന്നദ്ധരാവുകയും ചെയ്തതാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ആ ഉംറ നിർവഹണ യാത്രയിലൂടെ അള്ളാഹു അതിനപ്പുറത്തേക്ക് ചില കാര്യങ്ങൾ കൂടി ലക്ഷ്യമിട്ടിരുന്നു എന്നതാണ് വെളിപ്പെടുത്തപ്പെടുന്നത്. അത് അള്ളാഹുവിന്റെ ദൂതനോട് നേരത്തെ അറിയിച്ചതോ വിശ്വാസികൾക്ക് മനസ്സിലാക്കാൻ പറ്റിയതോ ഒന്നും ആയിരുന്നില്ല. അള്ളാഹുവിന്റെ ആസൂത്രണത്തിന്റെ ഭാഗമായിട്ടാണ് അവരിപ്പോ വഴി തടയപ്പെട്ടതും ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടു എന്ന ഒരു വിവരം അവർക്കറിയാൻ കഴിഞ്ഞപ്പോ ആ ഘട്ടത്തില് അവര് ആ ഭീഷണിയെ നേരിടുന്ന ഒരു സാഹചര്യത്തില് അള്ളാഹുവിന്റെ പ്രവാചകനോടൊപ്പം ഉറച്ചു നിൽക്കാൻ സന്നദ്ധരാണ് എന്ന് പ്രതിജ്ഞ ചെയ്യുകയൊക്കെ ചെയ്യുന്നതും തുടർന്ന് കാര്യങ്ങൾ വെളിപ്പെട്ടതിനെ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായി സംഗതികൾ വെളിപ്പെട്ടതിന് ശേഷം മക്കയിലെ ആളുകളുമായി ഖുറൈശികളുമായി ഉടമ്പടിയിൽ ഏർപ്പെടുന്നതും ഒക്കെ തന്നെ ഇതൊക്കെയും അള്ളാഹു ലക്ഷ്യം വെച്ച ചില കാര്യങ്ങളിലേക്ക് സംഗതികൾ എത്തിക്കുന്നതിന് വേണ്ടി അള്ളാഹു ആസൂത്രണം ചെയ്ത കാര്യമാണ്. ഈ ആസൂത്രണത്തിന്റെ ചില വളരെ നിർണായകമായ സംഗതികളാണ്, ചില രഹസ്യങ്ങളാണ് അള്ളാഹു ഇന്ന് നമ്മൾ വായിച്ചു വെച്ചിരിക്കുന്ന ആയത്തുകളിലായിട്ട് വ്യക്തമാക്കുന്നത്. നമുക്ക് ഈ ആയത്തുകൾ ഒന്ന് വിശദമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം. വലൗ ഖാത്തലക്കുമുല്ലദീന കഫറു. അപ്പൊ ഈ ഉംറക്ക് വേണ്ടിയുള്ള യാത്ര നിർവഹിച്ച് പാതി വഴിയിൽ അല്ലെങ്കിൽ മക്കയിൽ നിന്ന് ഒരു 10-13 മൈലുകൾ അപ്പുറം ഉള്ള ഒരിടത്ത് അവരെത്തി നിൽക്കുന്ന ഘട്ടത്തില് അവര് വഴി തടയപ്പെട്ടിരിക്കുകയാണ്. ഒരു പോരാട്ടത്തിനോ ഏറ്റുമുട്ടലിനോ ഒരു യുദ്ധത്തിനോ ഒന്നുള്ള സന്നാഹങ്ങളുമായിട്ടൊന്നും അല്ല അവർ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ ഒരു സന്ദർഭത്തിൽ അല്ലാഹു സൂചിപ്പിക്കുന്ന വലൗ ഖാത്തലക്കുമുല്ലദീന കഫറു, നിഷേധികൾ നിങ്ങളുമായി പോരാടാൻ തന്നെ തുനിഞ്ഞിറങ്ങുകയായിരുന്നുവെങ്കിൽ അവര് നിങ്ങളോട് പോരാടുക തന്നെ ആയിരുന്നു എന്ന് സങ്കല്പിക്കുക. നിങ്ങൾ ഒരു പോരാട്ടം ഉദ്ദേശിച്ചുകൊണ്ട് പുറപ്പെട്ടതല്ല, ആ യാത്രയുടെ ലക്ഷ്യവും അതല്ല. അങ്ങനെ നിങ്ങൾ ഒട്ടും സജ്ജരല്ലാത്ത അവസ്ഥയിൽ തന്നെ നിഷേധികൾ നിങ്ങളോട് യുദ്ധം ചെയ്തു എന്ന് വെക്കുക. നിങ്ങൾ അവർക്ക് വളരെ സൗകര്യപ്രദമായ ഒരിടത്ത് നിങ്ങളെ അവർക്ക് ഒത്തുകിട്ടിയിരിക്കുകയാണല്ലോ. അപ്പോ അഹ്സാബിലേക്ക് സങ്കടം തീർക്കാൻ പിന്നിട്ട ഘട്ടങ്ങളിലെ പല യുദ്ധങ്ങളിലും അവർക്കുണ്ടായ നഷ്ടവും പരാജയവും ഒക്കെ
നികത്തിക്കളയാനുള്ള ഒരു അവസരം കൈവന്നിരിക്കുന്നു എന്ന നിലക്ക് മക്കയിലെ ഖുറൈശി കുഫാറുകള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും ആ സംഘത്തോടും ഏറ്റുമുട്ടാൻ വേണ്ടി വന്നു. അവർ യുദ്ധത്തിന് തുനിഞ്ഞിറങ്ങിയെത്തി എന്ന് കരുതുക. അങ്ങനെ അവർ നിങ്ങളോട് യുദ്ധം ചെയ്തിരുന്നുവെങ്കിൽ ലവല്ലൗൽ അദ്ബാറ, അവര്, ഇത് അള്ളാഹുവിന് മാത്രം അറിയുന്ന ഒരു കാര്യമാണ്. ലവല്ലൗൽ അദ്ബാറ, അവര് പിന്തിരിഞ്ഞ് ഓടേണ്ടി വരുമായിരുന്നു. കാരണം അത്രയും ദുർബലവും ശിഥിലവുമായിരുന്നു മക്കയിലെ കുഫാറുകളുടെ ആ ഘട്ടത്തിലുള്ള അവസ്ഥ എന്നതാണ് അള്ളാഹു വെളിപ്പെടുത്തുന്നത്. അള്ളാഹുവിന് അറിയാവുന്ന, എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കോ സത്യവിശ്വാസികൾക്കോ വേണ്ട വിധത്തില് അറിയുമായിരുന്നില്ലാത്ത ഒരു കാര്യമാണ്. ഖുറൈശി ശത്രുക്കള് അത്രയും ദുർബലമായ ഒരവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. അവരുടെ മാനസികമായ ധൈര്യം തന്നെ ചോർന്നു പോയിട്ടുണ്ടായിരുന്നു പഴയ ഒരു വർഷം മുമ്പ് നടന്ന അഹ്സാബ് യുദ്ധവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിലൂടെ. അതുകൊണ്ട് അവരിൽ ഈ യുദ്ധത്തിന് ഒരുങ്ങി പുറപ്പെട്ട് വരികയും നിങ്ങളെ നേരിടുകയും ചെയ്തു എന്ന് തന്നെ വെക്കുക. അങ്ങനെ ആയിരുന്നെങ്കിൽ പോലും നിങ്ങളെ നേരിടാൻ കഴിയാതെ നിങ്ങളുടെ നിശ്ചയദാർഢ്യവും ഇച്ഛാശക്തിയും ഒക്കെ തകർത്ത് കളയാൻ കഴിയാതെ അവര് പിന്തിരിഞ്ഞ് ഓടുമായിരുന്നു. അതാണ് സംഭവിക്കുമായിരുന്നത് എന്നത് അള്ളാഹുവിന്റെ ഇലാഹിയായ അറിവിന്റെ അടിസ്ഥാനത്തിലാണ് അള്ളാഹു പറയുന്നത്. കാരണം മക്കയിൽ ഈ ആളുകൾ, ഈ ശത്രുക്കൾ നിങ്ങളെ നേരിടാൻ ഇപ്പോ ഹുദൈബിയയിലേക്ക് തന്നെ വന്നു, എന്നിട്ട് നിങ്ങളുമായി യുദ്ധത്തിൽ ഏർപ്പെട്ടു എന്ന് വെക്കും. അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങളെ പരാജയപ്പെടുത്താനും അവർക്ക് വിജയം കണ്ടെത്താനും ഒന്നും സാധിക്കുമായിരുന്നില്ല. അവര് യുദ്ധം തുടങ്ങി വൈകാതെ തന്നെ പിന്തിരിഞ്ഞോടേണ്ടി വരുമായിരുന്നു എന്നാണ് അള്ളാഹു ഇവിടെ വെളിപ്പെടുത്തുന്നത്. അത് വിശ്വാസികളുടെ ഭാഗത്തുള്ള നിശ്ചയദാർഢ്യവും കരുത്തും കാരണമായിട്ടുമാണ്. അതുപോലെ തന്നെ ഈ നിഷേധികളുടെ ശൈഥില്യവും അവരുടെ പതർച്ചയും അതുപോലെ മാനസികമായി അവർ നേരിട്ട തകർച്ചയും ഒക്കെ കാരണമായി. അത് വിജയകരമായ ഒരു ഏറ്റുമുട്ടലാക്കി മാറ്റാൻ അവർക്കൊരിക്കലും സാധിക്കുമായിരുന്നില്ല എന്നത് അള്ളാഹു ഇവിടെ വ്യക്തമാക്കുകയാണ്. വലൗ ഖാതലകുമുല്ലദീന കഫറു ലവല്ലൗൽ അദ്ബാറ, അവർ നിഷേധികള് നിങ്ങളുമായി യുദ്ധം ചെയ്യാൻ തന്നെ വന്നിരുന്നെങ്കിൽ, അവർ യുദ്ധം ചെയ്തിരുന്നുവെങ്കിൽ ലവല്ലൗൽ അദ്ബാർ, അവർ പിന്തിരിഞ്ഞോടുമായിരുന്നു. സുമ്മ ലാ യജിദൂന വലിയ്യൻ വലാ നസീറ, പിന്നെ അതിനെ തുടർന്ന് അവർക്ക് ഒരു സഹായിയില്ല, ഒരു രക്ഷകനും ഇല്ല. അവർക്കൊരു അവരെ സംരക്ഷിക്കുന്നവനായിട്ട് ഒരു വലിയും അവർക്ക് ഉണ്ടാവുകയില്ല. അള്ളാഹുവിന്റെ സംരക്ഷണമൊന്നും അവർക്ക് ലഭിക്കുകയില്ല. അതുപോലെ അള്ളാഹു ഒരു സഹായിയായിട്ടും അവർക്ക് രംഗത്തുണ്ടാവുകയില്ല. ഇനി അതല്ലെങ്കിൽ അള്ളാഹുവിനെതിരിൽ, അവന്റെ ദൂതനെതിരിലുള്ള അവരുടെ സമര നീക്കങ്ങളിൽ അവരെ പിന്തുണക്കുന്ന, സഹായിക്കുന്ന, അവർക്ക് രക്ഷയാവുന്ന ഒരാളും തന്നെ രംഗത്തുണ്ടാവുകയില്ല. ഇതാണ് അള്ളാഹു വെളിപ്പെടുത്തുന്ന കാര്യം. എന്തുകൊണ്ടാണ് ഇല്ലാത്തത് എന്നതാണ് നമ്മുടെ മനസ്സിലൊരു ചോദ്യം ഉയരാൻ സാധ്യതയുള്ളത്. അവർക്ക് വലിയും ഉണ്ടാവുകയില്ല, നസീറും ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞല്ലോ. അള്ളാഹുവിന്റെ ദൂതനോടും അനുയായികളോടും പോരാടാൻ തന്നെ അവർ തുനിഞ്ഞിറങ്ങി വരികയായിരുന്നെങ്കിൽ പിന്തിരിഞ്ഞോടേണ്ടി വരുമായിരുന്നു. പിന്നീട് അവർക്ക് സംരക്ഷകനോ അല്ലെങ്കിൽ സഹായിയോ ആയിട്ട് ആരും ഉണ്ടാവുകയില്ല. ഈ കാര്യമാണ് അള്ളാഹു പറയുന്നത്. എന്തുകൊണ്ടാണ് അവർക്ക് സംരക്ഷകനും സഹായിയും ഒന്നും ഉണ്ടാവാതിരിക്കുന്നത്? അതിനൊരു കാരണം അള്ളാഹു വ്യക്തമാക്കുന്നത് സുന്നത്തല്ലാഹില്ലത്തി ഖദ് ഖലത് മിൻ ഖബ്ൽ, പൂർവിക കാലങ്ങളിൽ തന്നെ നടപ്പിലാക്കപ്പെട്ടുകൊണ്ടിരുന്ന അള്ളാഹുവിന്റെ നടപടിക്രമമാണിത്. ഇതാണ് അള്ളാഹു പറയുന്നത്. സുന്നത്തല്ലാഹ്, ഇത് അള്ളാഹുവിന്റെ നടപടിക്രമമാണ്, അള്ളാഹുവിന്റെ സുന്നത്താണ്. അള്ളാഹു നടപ്പിലാക്കുന്ന അവന്റെ നടപടിക്രമമാണ് ഇങ്ങനെ ഒന്നുണ്ടാവുക എന്നത്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദൂതനെയും അള്ളാഹുവിന്റെ ദൂതന്റെ അനുയായികളെയും ഈ ഏറ്റുമുട്ടലിൽ, ഇതുപോലെയുള്ള നിർണായകമായ ഘട്ടങ്ങളിൽ അവരെ സഹായിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യുക എന്നത്
അള്ളാഹുവിന്റെ സുന്നത്താണ്, അള്ളാഹുവിന്റെ നടപടിക്രമമാണ്. കാരണം അള്ളാഹുവിന്റെ ദൂതൻ പ്രവൃത്തി മണ്ഡലത്തിൽ കൊണ്ടുവരുന്നത് അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങളാണ്, അള്ളാഹുവിന്റെ പദ്ധതികളാണ്. അത് വിജയിപ്പിക്കുക എന്നത് അള്ളാഹു അവന്റെ നടപടിക്രമമായിട്ട് തന്നെ വെച്ചിട്ടുള്ള കാര്യമാണ്. അത് പുതിയൊരു സംഭവമൊന്നുമല്ല. പഴയകാലത്തും അള്ളാഹു അങ്ങനെയുള്ള നിർണായകമായ നടപടിക്രമങ്ങൾ നടത്തിയിട്ടുണ്ട്, ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തില് തന്നെ അതൊരു സമ്പൂർണമായ വിജയമായി മാറുമായിരുന്നു. മക്കയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സംഘവും ഉംറ യാത്രക്ക് പുറപ്പെട്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മനസ്സിൽ ഉള്ള വിധത്തിലല്ല. മക്ക ജയിച്ചടക്കലോ വിജയം നേടലോ ഒന്നും ഉദ്ദേശിച്ചുകൊണ്ടല്ല. അള്ളാഹു കൽപ്പിച്ച കാര്യം ഉംറ നിർവഹിക്കല് മാത്രമാണ്. അപ്പൊ അതിനുവേണ്ടി അവർ ഒരുങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. പക്ഷെ എങ്ങാനും മക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുയായികളെയും അവർക്കെതിരിൽ യുദ്ധം ചെയ്യാൻ വേണ്ടി വന്നിരുന്നുവെങ്കിൽ അതോടെ കാര്യം തീരുമാനമാക്കപ്പെടുമായിരുന്നു എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. അവര് തോറ്റു പിന്തിരിഞ്ഞോടേണ്ടി വരും എന്ന് മാത്രമല്ല, ആ സൈനിക മുന്നേറ്റത്തോടെ തന്നെ അള്ളാഹുവിന്റെ പ്രവാചകൻ അനുയായികളോടൊപ്പം മക്ക പൂർണ്ണമായിട്ട് വിജയിച്ചടക്കുമായിരുന്നു എന്നതാണ് നൽകപ്പെടുന്ന സൂചന. പക്ഷെ ആ ഘട്ടത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകണമെന്ന് അള്ളാഹു നിശ്ചയിച്ചിട്ടില്ല. ഇത് ഹിജ്റ 7-ാം വർഷത്തിലാണല്ലോ. അപ്പോ ഹിജ്റ 6-ാം വർഷത്തിലാണ്. അപ്പൊ ഈ സംഭവത്തിനെ തുടർന്ന് അള്ളാഹു നിശ്ചയിച്ച ഒരു ക്രമം അനുസരിച്ച്, ഒരു സമയക്രമം അനുസരിച്ച് അത് സംഭവിക്കും. പക്ഷെ ഈ ഉംറ യാത്രക്കിടയിൽ അവരെ തടഞ്ഞുകൊണ്ട് ശത്രുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് യുദ്ധം ചെയ്യാൻ വന്നിരുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ തീരുമാനം അപ്പോൾ തന്നെ ഉണ്ടാകുമായിരുന്നു. അവരുടെ കാര്യത്തില് ഈ കുഫാറുകൾ പിന്തിരിഞ്ഞോടാൻ അള്ളാഹു സാഹചര്യം ഒരുക്കുകയും ആ സൈനിക നീക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും മക്കയിലേക്ക് മുന്നേറുകയും ആ ഘട്ടത്തിൽ തന്നെ മക്കയെ വിജയിച്ചടക്കുകയും ചെയ്യുമായിരുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുമായിരുന്നു എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്, സൂചിപ്പിക്കുന്നത്. അപ്പോ ഇത് അവർ യുദ്ധത്തിനായിട്ട് തുനിഞ്ഞു വന്നിരുന്നെങ്കിൽ പിന്തിരിഞ്ഞോടേണ്ടി വരുമായിരുന്നു. പിന്നെ അവരെ സഹായിക്കാൻ ഒരാളും ഉണ്ടാവില്ല, അവർക്കൊരു വലിയും ഉണ്ടാവുകയില്ല, ഒരു നസീറും ഉണ്ടാവുകയില്ല, ഒരു സംരക്ഷകനും ഒരു സഹായിയും അവർക്കുണ്ടാവുകയില്ല. കാരണം ഇങ്ങനെ പറയുന്നതിനൊരു ന്യായം സുന്നത്തല്ല, ഇത് അള്ളാഹുവിന്റെ നടപടിക്രമമാണ്. അപ്പൊ എന്താണ് അള്ളാഹുവിന്റെ നടപടിക്രമം? അള്ളാഹുവിന്റെ ദൂതനെ സഹായിക്കുക, ആ ദൂതനോടൊപ്പമുള്ള അനുയായികളെ പിന്തുണക്കുക, അവരുടെ ദൗത്യം വിജയത്തിലേക്ക് എത്തിക്കുക. ഇത് അള്ളാഹുവിന്റെ നടപടിക്രമമാണ്, പുതിയൊരു സംഗതിയല്ല. സുന്നത്തല്ലാഹില്ലത്തി ഖദ് ഖലത് മിൻ ഖബ്ൽ, നേരത്തെ തന്നെ പലപ്പോഴും പല ഘട്ടങ്ങളിലും പല നിർണായകമായ ചരിത്ര ഘട്ടങ്ങളിലും നടപ്പിലാക്കപ്പെട്ട അള്ളാഹുവിന്റെ ഒരു നടപടിക്രമമാണിത്. ആ ഒരു നടപടിക്രമം ഇവിടെയും അരങ്ങേറുമായിരുന്നു എന്നാണ് അള്ളാഹുവിടെ പറയുന്നത്. നൂഹ് അലൈഹിസ്സലാം, അതുപോലെ ഇബ്രാഹിം അലൈഹിസ്സലാം, ലൂത്ത് അലൈഹിസ്സലാം, ഷുഐബ് അലൈഹിസ്സലാം, അങ്ങനെ തുടങ്ങി ധാരാളം പ്രവാചകന്മാരുടെ കാര്യത്തില് അവരുടെ ദൗത്യം വിജയകരമാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ അള്ളാഹു വളരെ നിർണായകമായ ഘട്ടങ്ങളിൽ സ്വീകരിച്ചത് ഖുർആൻ പലയിടത്തും പരാമർശിച്ചത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അള്ളാഹുവിന്റെ ഈ സുന്നത്ത്, അള്ളാഹുവിന്റെ ഈ നടപടിക്രമം, അത് അള്ളാഹു നടപ്പിലാക്കുക തന്നെ ചെയ്യും. പുതിയൊരു സംഗതി എന്നുള്ള നിലക്കല്ല. അല്ലത്തി ഖദ് ഖലത് മിൻ ഖബ്ൽ, നേരത്തെ തന്നെ ഇതുപോലെയുള്ള ഒരു സുന്നത്ത് അള്ളാഹു നടപ്പിലാക്കിക്കൊണ്ടിരുന്നതാണ്. പൂർവിക പ്രവാചകന്മാരുടെ കാര്യത്തിൽ അങ്ങനെയുള്ള ഒരു നടപടിക്രമം അള്ളാഹു വിജയകരമായി നടപ്പിലാക്കിയിട്ടുള്ളതാണ്. വലൻ തജിദ ലി സുന്നത്തില്ലാഹി തബ്ദീല, അള്ളാഹുവിന്റെ നടപടിക്രമത്തിന്, അള്ളാഹുവിന്റെ ഈ രീതിക്ക്, ഈ സുന്നത്തിന് മാറ്റമൊന്നുമില്ല. പൂർവിക പ്രവാചകന്മാരുടെ കാര്യത്തിൽ അള്ളാഹു പലപ്പോഴും ഇടപെടുകയും അവരുടെ ദൗത്യം വിജയിപ്പിക്കുകയൊക്കെ ചെയ്ത സംഗതികൾ നിങ്ങളുടെ കൺമുന്നിലുണ്ട്. ആ ഒരു നടപടിക്രമം അള്ളാഹു ഇവിടെ വേണ്ടെന്ന് വെക്കണമൊന്നുമില്ല, അള്ളാഹു അത് തന്നെ നടപ്പിലാക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും എന്താ സംഭവിക്കുക? ഈ
ഉംറക്കുള്ള യാത്ര ഖുറൈശികൾ ഇങ്ങോട്ട് വന്ന് ഒരു യുദ്ധമാക്കി മാറ്റിയത് കാരണമായി അള്ളാഹുവിന്റെ പിന്തുണയോടുകൂടി മുസ്ലിം സമൂഹത്തിന് അവർക്കെതിരിലുള്ള വലിയ മുന്നേറ്റമാക്കി പരിണമിപ്പിക്കാൻ സാധിക്കും. അവര് മക്ക പൂർണ്ണമായി വിമോചിതമാക്കും. അവരുടെ സംരംഭങ്ങളെ പൂർണ്ണ വിജയത്തിലെത്തിക്കുകയും ചെയ്യും. ഇങ്ങനെ ഒരു നടപടിയിലേക്ക് അള്ളാഹു പോകുമായിരുന്നു. അങ്ങനെ ഒരു യുദ്ധത്തിനുള്ള ഒരുക്കവുമായി ഖുറൈശികൾ അവരെ നേരിടാൻ വേണ്ടി വന്നിരുന്നെങ്കിൽ, അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ അള്ളാഹ് അത് നീട്ടിവെക്കാൻ പോകുന്നില്ല. പക്ഷെ ഇപ്പൊ തൽക്കാലം അള്ളാഹു അത് ഒരു നിർണിതമായ സമയത്തേക്ക് നീട്ടിവെച്ചിരിക്കുകയാണ്. അതിന് ചില ലക്ഷ്യങ്ങളുണ്ട്, ചില ഉദ്ദേശ്യങ്ങളുണ്ട്. അതിൽ ചിലത് അള്ളാഹു വെളിപ്പെടുത്തുന്നുണ്ട് തുറന്നുള്ള ആയത്തുകളിലായിട്ട്. പക്ഷെ ഇവിടെ പറയുന്നത്, എങ്ങാനും ഖുറൈശികൾ യുദ്ധത്തിനായി ഇറങ്ങി വന്നിരുന്നെങ്കിൽ, നിങ്ങളുമായി ഏറ്റുമുട്ടിയിരുന്നെങ്കിൽ അവര് പിന്തിരിഞ്ഞോടേണ്ട അവസ്ഥ ഉണ്ടാകുമായിരുന്നു. അള്ളാഹുവിന്റെ സുന്നത്ത്, അള്ളാഹുവിന്റെ നടപടിക്രമം അത് നേരത്തെ തന്നെ പിന്തുടർന്നു വരുന്ന ഒരു നടപടിക്രമം, പ്രവാചകന്മാരെയും അനുയായികളെയും നിർണായകമായ പ്രതിസന്ധികളിൽ സഹായിക്കുകയും പിന്തുണക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യുക എന്നൊരു സംഗതി അത് അള്ളാഹു നടപ്പിലാക്കും. അള്ളാഹുവിന്റെ ആ നടപടിക്രമത്തിന് മാറ്റമൊന്നുമില്ല. ഇപ്പോഴായിട്ട് അള്ളാഹു അത് നടപ്പിലാക്കാതെ പോവുകയുമില്ല. വലൻ തജിദ ലി സുന്നത്തില്ലാഹി തബ്ദീല. അള്ളാഹുവിന്റെ സുന്നത്തിന്, അള്ളാഹുവിന്റെ നടപടിക്രമത്തിന് നിനക്കൊരു മാറ്റവും കാണാൻ സാധിക്കുകയില്ല എന്നാണ് അള്ളാഹുവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടായിട്ട് പറയുന്നത്. എന്നിട്ട് ഒരു ചില വിശദാംശങ്ങളും കൂടി അള്ളാഹുവിടെ നൽകുകയാണ് തുടർന്നുള്ള ആയത്തില്. ബഹുവല്ലദീ കഫ ഐദിയഹും അൻകും. അവരുടെ കൈകളെ നിങ്ങൾക്കെതിരെ ഉയരുന്നതിൽ നിന്ന് തടഞ്ഞു നിർത്തിയത് അവനാണ്. വ ഐദിയക്കും അൻഹും. നിങ്ങളുടെ കൈകൾ അവർക്കെതിരിൽ പൊങ്ങുന്നതിനെയും തടഞ്ഞു നിർത്തിയത് അവനാണ്. എന്ന് പറഞ്ഞാൽ വിശ്വാസികളുടെ നേരെ ശത്രുക്കൾ പാഞ്ഞെടുക്കുന്നത് തടഞ്ഞതും, ശത്രുക്കൾക്കെതിരിൽ വിശ്വാസികൾ മുന്നേറി ഒരു പോരാട്ടം ഉണ്ടാകുന്നതും ഒക്കെ തൽക്കാലം വേണ്ട എന്ന് വെച്ച് തടഞ്ഞു നിർത്തിയത് അള്ളാഹുവാണ്. അത് അള്ളാഹുവിന്റെ ആസൂത്രണത്തിന്റെ ഭാഗമാണ്. ആ ഒരു യാത്രയിൽ ഒരു വലിയ രൂക്ഷമായ പോരാട്ടം ഉണ്ടാവേണ്ടതില്ല എന്നത് അള്ളാഹു തീരുമാനിച്ചതാണ്. അതുകൊണ്ട് യുദ്ധമുണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകാൻ അള്ളാഹു വിടുകയുണ്ടായില്ല എന്നർത്ഥം. വിശ്വാസികൾക്ക് സഹനം അവലംബിച്ച് ദൃഢചിത്തതയോടുകൂടി നിലകൊള്ളാൻ സാധിച്ചു. ശത്രുക്കളുടെ മനസ്സിൽ വലിയ ഭയപ്പാട് സൃഷ്ടിക്കാനും അതുകൊണ്ട് തന്നെ കരുതലും ശ്രദ്ധയും വേണമെന്ന തോന്നല് കൂടുതലായി ഉണ്ടാക്കുവാനും ഒക്കെ അള്ളാഹു സാഹചര്യം ഉണ്ടാക്കി. അതുകൊണ്ട് അങ്ങനെ ഒരു ഏറ്റുമുട്ടല് നടന്നില്ല. അത് അള്ളാഹുവിന്റെ ഉദ്ദേശ്യത്തിൽ പെട്ടതാണ്. വഹുവല്ലദീ കഫ ഐദിയഹും അൻകും. നിങ്ങൾക്കെതിരിൽ ഉയരുന്നതിൽ നിന്ന് അവരുടെ കൈകളെ വിലക്കിയത് അള്ളാഹുവാണ്. വൈദിയക്കും അൻഹും. നിങ്ങളുടെ കൈകളെ അവർക്കെതിരെ ഉയരുന്നതിൽ നിന്നും വിലക്കിയതും അള്ളാഹുവാണ്. എവിടെയാണത്? ഇത് ഈ ബത്നി മക്കയുടെ ഈ താഴ്പ്രദേശങ്ങളിലായിട്ട്, മക്കയുടെ ആ മലയോരങ്ങളിലായിട്ട്, അല്ലെങ്കിൽ ആ താഴ്ന്ന പ്രദേശങ്ങളിലായിട്ട് നിങ്ങളും അവരും തമ്മിൽ ഒരു ഏറ്റുമുട്ടല്, ഇപ്പോ ഈ ഹുദൈബിയ എന്ന സ്ഥലം, അതുപോലെ അതിന്റെ പരിസര പ്രദേശമൊക്കെ, അതൊക്കെ ഒരു 10-25 കിലോമീറ്ററുകൾക്കുള്ളിലുള്ള ഇടങ്ങളാണ്. മക്കയിൽ നിന്ന് ഒരു 13 മൈലുകളാണ് ഈ പ്രദേശത്തേക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ ആ പ്രദേശത്ത്, ആ താഴ്ന്ന മലഞ്ചെരിവ് പോലെയുള്ള പ്രദേശത്തെ അവിടെ വെച്ചിട്ട് നിങ്ങൾ രണ്ടു കൂട്ടരും തമ്മിൽ ഒരു സംഘട്ടനം ഉണ്ടാവാതെ രണ്ടു കൂട്ടരെയും തടഞ്ഞു നിർത്തിയത് അള്ളാഹുവാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ആസൂത്രണത്തിന്റെ ഫലമായിട്ടാണ് അങ്ങനെ ഒരു ഏറ്റുമുട്ടൽ ഇപ്പോ അവിടെ വെച്ച് വേണ്ട എന്നത് സംഭവിച്ചത്. ഇത് മിംബാദി അൻ അദ്ഫറകും അലൈഹിം. അവൻ അവർക്കെതിരിൽ നിങ്ങൾക്ക് വലിയ വിജയം നൽകിയതിന് ശേഷം, ഇതാണ് അള്ളാഹു പറയുന്നത്. അത്
അഹ്സാബ് യുദ്ധത്തിൽ തൊട്ടു മുമ്പുണ്ടായ ഏതാനും മാസങ്ങൾക്ക് മുമ്പുണ്ടായ യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾക്ക് വളരെ അവിശ്വസനീയമായ വിജയമുണ്ടായി എന്നതാണ് വസ്തുത. സഖ്യകക്ഷികളൊക്കെയും കാലാവസ്ഥയുടെ പ്രാതികൂല്യവും അതുപോലെ ചില തെറ്റിദ്ധാരണകൾ കുടുങ്ങിയത് കാരണമായും ഒക്കെ പെട്ടെന്ന് തന്നെ സ്ഥലം വിട്ടു പോവുകയാണ് ഉണ്ടായത്. ആ സഖ്യകക്ഷികളെ നേരിട്ട് ആ യുദ്ധം വിജയകരമാക്കി മാറ്റാൻ സാധിക്കുമെന്ന യാതൊരു പ്രതീക്ഷയും യഥാർത്ഥത്തില് സാഹചര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് മുസ്ലിങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ അള്ളാഹു ചില തന്ത്രങ്ങള് ചില ആളുകൾ മുഖേന അതുപോലെ അള്ളാഹുവിന്റെ പ്രാപഞ്ചിക ശക്തികൾ മുഖേന നടപ്പിലാക്കി. അതിന്റെ ഫലമായി മുസ്ലിം പക്ഷത്തിന് ആ യുദ്ധം വലിയ വിജയമായി മാറി. പറയത്തക്ക ഏറ്റുമുട്ടലോ അല്ലെങ്കിൽ ആൾനാശമോ ഒന്നുമില്ലാതെ തന്നെ അഹ്സാബ് യുദ്ധം വമ്പൻ വിജയമായി മാറിയത് അള്ളാഹുവിന്റെ നടപടിക്രമം കാരണമായിട്ടാണ്. അപ്പൊ അവൻ നിങ്ങൾക്ക് വലിയ വിജയം അവർക്കെതിരിൽ നൽകിയതിന് ശേഷം ഈ മക്ക താഴ്വരയിൽ വെച്ച് നിങ്ങൾ അവർക്കെതിരെയും അവർ നിങ്ങൾക്കെതിരെയും പോരാട്ടത്തിന് മുതിരുന്നതിനെ തടയുകയുണ്ടായത് രണ്ടു കൂട്ടരെയും ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാകാത്ത വിധത്തിൽ തടഞ്ഞു നിർത്തിയത് അള്ളാഹുവാണ്. വഖാന അല്ലാഹു ബിമാ തഅമലൂന ബസീറ. നിശ്ചയമായിട്ടും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നത് സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നവനാണ് അള്ളാഹു. അപ്പൊ ഈ സാഹചര്യങ്ങളിലൊക്കെയും തന്നെ രൂപപ്പെട്ടു വന്ന ആ പ്രത്യേകമായ സാഹചര്യങ്ങളിലൊക്കെ തന്നെ നിങ്ങൾ എന്ത് നിലപാട് സ്വീകരിക്കുന്നു, നിങ്ങൾ എന്ത് പ്രവർത്തിക്കുന്നു, നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന കാര്യം സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുകയാണ് അള്ളാഹു. ആവശ്യമായ സന്ദർഭങ്ങളിൽ അവന്റെ ആസൂത്രിതമായ ചില നടപടികളും ഇടപെടലുകളും ഒക്കെ അവൻ സ്വീകരിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ അള്ളാഹു പറയുന്നത് നിങ്ങൾ തമ്മിൽ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാകാതെ ഇരിക്കാൻ വേണ്ട ചില മുൻകരുതലുകൾ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. വിശേഷിച്ച് നിങ്ങൾക്ക് വലിയ വിജയം അവൻ ഉണ്ടാക്കി തന്നതിന് ശേഷം അഹ്സാബിലും പിന്നെ ഇപ്പോ ബൈഅത്ത് റിദ്വാനെ തുടർന്ന് ഹുദൈബിയയിലെ ആ സന്ധി നിലവിൽ വന്ന അത് കാരണമായിട്ടും ഒക്കെ അവർക്കെതിരില് നിങ്ങൾക്ക് വലിയ വിജയം അവൻ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഉടനെ ഒരു സംഘട്ടനം നിങ്ങൾ തമ്മിൽ ഉണ്ടാവാതിരിക്കുക എന്നത് അള്ളാഹു ആസൂത്രണം ചെയ്ത ഒരു കാര്യമാണ്. അവനാണ് അത് തടഞ്ഞു നിർത്തിയത്. അതിന് അള്ളാഹുവിന് ചില കാരണങ്ങളുണ്ട്. വേണമെങ്കിൽ മുസ്ലിമീങ്ങളെ ഈ കുഫാറുകൾക്കെതിരെ ഒരു മുന്നേറ്റം നടത്താൻ ആ ഘട്ടം സാഹചര്യം ഉണ്ടാക്കിക്കൊണ്ട് മക്ക വിജയിപ്പിച്ചെടുക്കാൻ ആ ഒരു സന്ദർഭത്തിൽ തന്നെ സാധിക്കുമായിരുന്നു. എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ സംഭവിച്ചതിന്റെ 2 വർഷം മുമ്പ് തന്നെ അങ്ങനെ ഒരു സംഗതി അരങ്ങേറാൻ വേണമെങ്കിൽ സാധിക്കുമായിരുന്നു. പക്ഷെ ചില സതുദ്ദേശങ്ങൾ ഉള്ളത് കൊണ്ടാണ് അള്ളാഹു അങ്ങനെ ഒരു ഏറ്റുമുട്ടല് ഇല്ലാണ്ടാക്കിയത്, അത് കുറച്ച് വൈകിപ്പിച്ചത്. അതില് അള്ളാഹുവിന് ചില ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. അത് തുറന്നുള്ള ആയത്തുകളിൽ അള്ളാഹു വ്യക്തമാക്കുന്നുണ്ട്. അപ്പോ സൂറത്തുൽ ഫത്ഹിലെ 22 മുതൽ 24 വരെയുള്ള ആയത്തുകളാണ് നമ്മളിപ്പോ പഠന വിധേയമാക്കിയിട്ടുള്ളത്. അള്ളാഹു ഈ ആയത്തുകളിലായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും സത്യവിശ്വാസികളോടുമായിട്ട് വെളിപ്പെടുത്തുന്ന കാര്യം, ആ ഒരു സന്ദർഭം വളരെ നിർണായകമായിരുന്നു. ശത്രുക്കളുമായി ഒരു ഏറ്റുമുട്ടലിന് വേണമെങ്കിൽ അത് സാഹചര്യം ആകുമായിരുന്നതാണ്. പക്ഷെ അള്ളാഹു അങ്ങനെ ഒരു ഏറ്റുമുട്ടൽ വേണ്ട എന്ന് തീരുമാനിച്ച് നിങ്ങളെയും അവരെയും ഒരു ഏറ്റുമുട്ടലിലേക്ക് എത്തുന്നതിൽ നിന്ന് തടയുകയായിരുന്നു. എങ്ങാനും നിഷേധികൾ നിങ്ങളോട് യുദ്ധം ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അവർ പിന്തിരിഞ്ഞ് ഓടേണ്ടിയും വരും. നിങ്ങൾക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുകയും ചെയ്യുമായിരുന്നു. ആ ഒരു മുന്നേറ്റം നിങ്ങൾ അതിനുവേണ്ടി പ്രയത്നിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെ സഹായിക്കാനും സംരക്ഷിക്കാനൊന്നും ആരും തന്നെ ഉണ്ടാവുകയില്ല. അള്ളാഹുവിന്റെ നടപടിക്രമമാണ് നിഷേധികൾക്കെതിരില് അള്ളാഹുവിന്റെ ദൂതനെയും അനുയായികളെയും സഹായിക്കുകയും അവരുടെ ദൗത്യത്തെ
വിജയിപ്പിക്കുകയും ചെയ്യുക എന്നത് അത് പണ്ട് മുതലേ അള്ളാഹു അനുവർത്തിച്ചു വരുന്ന ഒരു സുന്നത്ത് തന്നെയാണ്. പക്ഷെ അങ്ങനെ ഒരു സുന്നത്ത് ഇവിടെ അള്ളാഹു ഒരു ഏറ്റുമുട്ടൽ ഇല്ലാതെയാക്കിക്കൊണ്ടാണ് തൽക്കാലത്തേക്ക് നടപ്പിലാക്കിയിട്ടുള്ളത്. അതിന് ചില കാരണങ്ങളുണ്ട്. അവരുടെ കൈകള് നിങ്ങൾക്കെതിരെയും നിങ്ങളുടെ കൈകള് അവർക്കെതിരെയും ഉയരുന്നത് തടഞ്ഞുകൊണ്ട് മക്കയുടെ ഈ താഴ്വരയിൽ വെച്ച് അങ്ങനെ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാവാതെ, അതും നിങ്ങൾക്ക് വലിയ വിജയം അള്ളാഹു അവർക്കെതിരിൽ നേടിത്തന്നതിന് ശേഷം നിങ്ങളെ അപകടപ്പെടുത്തുന്ന, ദുർബലമാക്കുന്ന, നിങ്ങളെ ക്ഷീണിപ്പിക്കുന്ന വിധത്തിലുള്ള അങ്ങനെ ഒരു ഏറ്റുമുട്ടല് അള്ളാഹു തടഞ്ഞു നിർത്തിയതാണ്. നിങ്ങളെ രണ്ടു കൂട്ടരെയും പരസ്പരം പോരടിക്കുന്നതിലേക്ക് എത്താൻ അനുവദിക്കാതെ കണ്ട്. തീർച്ചയായിട്ടും വക്കാനല്ലാഹു ബിമാ തഅമലൂന ബസീറ, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യവും അള്ളാഹു സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്നുണ്ട്, വിലയിരുത്തുന്നുണ്ട്. ഇത്തരം സംഘർഷങ്ങളും സംഘടനകളും ഒക്കെ ഉണ്ടാകുന്നതിലൂടെ അള്ളാഹു ലക്ഷ്യമിടുന്നതും അത് തന്നെയാണ്. അതുമായി ബന്ധപ്പെട്ട ഓരോരുത്തരും എവിടെ നിലകൊള്ളുന്നു, എന്ത് നിലപാട് സ്വീകരിക്കുന്നു, എത്രത്തോളം സത്യസന്ധത കാണിക്കുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഓരോരുത്തരുടെയും കാര്യത്തിൽ അടയാളപ്പെടുത്തുന്ന ഒരു താല്പര്യമാണ് അള്ളാഹു ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പൊ ഇന്നത്തെ സെഷൻ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്തുൽ ഫത്ഹിലെ 22 മുതൽ 24 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ പഠന വിധേയമാക്കിയിട്ടുള്ളത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.